നിങ്ങളുടെ സ്റ്റഡിയിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എൻ്റെ ഒരു ചോയ്സിൽ ഞാൻ നിങ്ങൾക്ക് ടോസ് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. സപ്പോസ് എക്സാംസിന് ശേഷം നമുക്കിപ്പോൾ എന്തെങ്കിലും മാർക്ക് കുറവാണ്, ഇന്ന ഏരിയയിൽ പഠിച്ചപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്ത് പറ്റി, എക്സാമിന് പഠിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഇനി എന്തെങ്കിലും നമുക്ക് ക്ലാരിഫൈഡ് കേസ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് നമുക്കത് ചെയ്ത് തന്നുകൊണ്ടിരുന്നു. സോ ഒരു കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ടിൽ ദി എക്സാമിൻ്റെ സമയത്താണെങ്കിൽ പോലും, എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി നോക്കേണ്ട തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് ടീച്ചേഴ്സ് അയച്ചു തരികയും അത് പ്രത്യേകം നോക്കിയിട്ട് പോകാമുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ടീച്ചേഴ്സ്. അങ്ങനെ എക്സാം നടന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പിന്നീട് ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ടോസ് നമുക്ക് ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് നൽകുകയുണ്ടായി. മുൻ വർഷത്തെ HSST എക്കണോമിക്സ് റാങ്ക് ഹോൾഡേഴ്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസുകളൊക്കെ ഓൺലൈനായിട്ട് അവരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുകയും അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുകയും ഞങ്ങൾക്കത് കൂടുതലൊരു മോട്ടിവേഷൻ നൽകുകയാണ് ചെയ്ത് അവരുടെ സ്പീച്ചുകളിൽ നിന്നും. സോ എല്ലാ തരത്തിലും എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ, അതായത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതോടൊപ്പം തന്നെ ടിൽ ദി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നതുവരെ ടോസ് അക്കാദമി ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. സോ എൻ്റെ ഈ ഒരു വിജയത്തിൽ ടോസ് അക്കാദമിയെ കൂടി എൻ്റെ ഒപ്പം നിർത്താൻ, ആ വിജയത്തിനൊപ്പം നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റഡിയിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എൻ്റെ ഒരു ചോയ്സിൽ ഞാൻ നിങ്ങൾക്ക് ടോസ് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. കാരണം ഒരിക്കലും ഞാൻ കമ്പൽ ചെയ്യില്ല. എന്തെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അസിസ്റ്റൻസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റഡിയിൽ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അസിസ്റ്റൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സോ അങ്ങനെ ഒരു ചോയ്സ് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ടോസ് അക്കാദമി നല്ലൊരു ഓപ്ഷനാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അതുപോലെ തന്നെ നിങ്ങളോട് ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത്, ഈ BEd കഴിഞ്ഞ ആളുകൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും കേറ്ററ്റും സെറ്റും ക്ലിയർ ചെയ്ത് വെക്കണം. അതായത് ഇപ്പം 10 വർഷം മുമ്പാണ് BEd ചെയ്തതെങ്കിൽ പോലും അവരെല്ലാം തന്നെ കേറ്ററ്റും സെറ്റും കയ്യിൽ അത് ക്ലിയർ ചെയ്ത് എപ്പോഴും സർട്ടിഫിക്കറ്റ് വെക്കുന്ന ഉപകാരപ്പെടും. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു അവസരം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ എല്ലാവരും BEd അത് ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കേറ്ററ്റിൻ്റെയും സെറ്റിൻ്റെയും എക്സാംസ് അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാകുകയും ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ബ്രേക്ക് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റഡിയിൽ ഒരുപാട് ബ്രേക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ളവർക്ക് ചിലപ്പം അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് കൈ കാണണമെന്നില്ലല്ലോ. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ടോസ് അക്കാദമി പോലുള്ള ഒരു നല്ല അക്കാദമിയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ടോസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഈ വിജയത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. താങ്ക് യു.